ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീവേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും തന്നെ ചേർക്കാതെ നല്ല നാടൻ വെള്ളയപ്പം, അതായത് പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നാണ്. നിങ്ങൾ ഇതുപോലെ പാലപ്പം ഉണ്ടാക്കിയാൽ തുടക്കക്കാർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് വളരെ ഹെൽത്തിയുമാണ്, അതുമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കും പാലപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരി ഇല്ലേ, ആ പച്ചരി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അരിയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 5 മണിക്കൂർ നേരം ഇവിടെ അടച്ച് വെക്കാം. 5 മണിക്കൂറിന് ശേഷം ഈ അരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരിയിലെ വെള്ളം മുഴുവനും കളഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ ഈ അരിയിലെ വെള്ളം മുഴുവനും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ചോറാണ്. ഏതരിയുടെ ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെള്ള അരിയുടെ ചോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാലപ്പവും നല്ല വെള്ള കളറിൽ കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൈസൂർ പഴമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ മാവിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പാണിത്. ചെറുപഴം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മാവിന് നല്ലൊരു ടേസ്റ്റുമാണ്, അതുമല്ല മാവ് നന്നായിട്ട് പൊങ്ങി വരും ചെയ്യും. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ബാച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കുന്നത് തേങ്ങാവെള്ളത്തിലാണ്. അപ്പോൾ ഈ അരി അരച്ചെടുക്കാനുള്ള തേങ്ങാവെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലപ്പത്തിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതിൽ ഒട്ടും തരിയില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അരിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ അരച്ചെടുത്ത മാവ് ഞാൻ അരി കുതിർത്തെടുത്ത പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ അരി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരിയുടെ ബാക്കി തന്നെയാണ് കേട്ടോ ഇത്, അല്ലാതെ ഇത് വേറെ അരിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കുതിർത്തെടുത്ത അരി മുഴുവനും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരി അരച്ചെടുക്കാനായിട്ട് ബാക്കിയുള്ള തേങ്ങാവെള്ളവും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ആ വെള്ളവും ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മാവ് ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മുടെ മാവ് അരച്ചെടുക്കാനായിട്ട്. ഈ മാവ് ഇതുപോലെ തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ട് ഇതൊരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനിതിവിടെ ഓവർനൈറ്റാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. കണ്ടോ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മാവിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നാലും നമുക്ക് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മാവ് കൂട്ടി വെക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടച്ചു വെച്ച മൂടിയിലുള്ള മാവൊക്കെ ഞാൻ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് പാലപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഈ പാലപ്പം ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പച്ചട്ടിയിലും ഇത് ചുട്ടെടുക്കാവുന്നതാണ്.
ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ചട്ടി ചൂടായതിനു ശേഷം ഈ ചട്ടിയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഈ പാലപ്പത്തിന് ഇതുപോലെ നല്ലതുപോലെ ഹോൾസ് വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോവുള്ളൂ. ഇപ്പം നമ്മുടെ പാലപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. ചട്ടിയിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരല്പം മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ. എണ്ണ കൂടിപ്പോയാൽ നമുക്ക് ഇതുപോലെ മാവ് ചുറ്റിച്ചെടുക്കാൻ പറ്റൂല. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിത് നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ അപ്പോൾ ആ ചട്ടിയിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്ക് ഡയറക്റ്റ് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. നമ്മൾ ഈ മാവിൽ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മാവ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിനി വെള്ളപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ വെള്ളപ്പം മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ മുത്തശ്ശിമാർ പണ്ട് കാലങ്ങളിലൊക്കെ വെള്ളപ്പം ഇതുപോലെയാണ് തയ്യാറാക്കി എടുത്തിരുന്നത്. ഇതിൽ ചെറുപഴം ചേർത്ത് കൊടുത്തതുകൊണ്ട് ഈ വെള്ളപ്പം കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറുപഴവും തേങ്ങാവെള്ളവും കൊണ്ട് വെള്ളപ്പത്തിന് മാവ് അരച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒരു തവണ മാവ് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ തയ്യാറാക്കുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.